പ്രിയപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ സ്നേഹസാഗരത്തിൽ ഞങ്ങളൊന്ന് കയറി. അല്ലാഹുവേ, വേദനിക്കുന്ന അനുഭവങ്ങളാണ് അവിടെ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, നൗഷാദ് ബാക്കവി എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനായ മനുഷ്യനല്ല. ഈ നാടിന്റെ അനുഗ്രഹമാണ്. ചിറയൻകീഴ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ്. തെരുവിന്റെ വീതികളിൽ അനാഥരായി ആരും നോക്കാത്ത നിലയിൽ എത്തിക്കപ്പെട്ട മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് ഏറ്റെടുത്തു. അവർക്ക് മക്കളില്ലാഞ്ഞിട്ടാണോ? അവർക്ക് ബന്ധുമിത്രാദികൾ ഇല്ലാതിരുന്നിട്ടാണോ? അല്ല. പക്ഷേ അവരുടെ സമയങ്ങളും അവരുടെ സമ്പത്തുകളും ആ മാതാപിതാക്കളെ തള്ളി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വേണ്ട, നമ്മുടെ മക്കൾ നമ്മളെ നോക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് നല്ലത് ചെലവഴിക്കുന്നോ അത് നാളെ നമ്മുടെ ആഖിറത്തിൽ ചെലവഴിക്കും. പ്രിയപ്പെട്ടവരെ, ചില ഉപ്പമാരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ പ്രയാസമായി. അവര് പറയാ, ഈ സ്നേഹസാഗരമാകുന്ന നൗഷാദ് ബാക്കവിയുടെ സ്നേഹത്തിന്റെ തണൽ, സ്നേഹത്തിന്റെ കാരുണ്യം, ആ കാരുണ്യമാകുന്ന കൊട്ടാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് മനസ്സുഖമുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവിടെയുണ്ട് എന്നവരുടെ ചിരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അവരുടെ ചിരികളിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ സാധിച്ചു. പരിപൂർണമായി തളർന്നു പോയവർ, കാലിന്റെ ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോയവർ, അല്ലാഹുവേ കാല് മുറിച്ചവർ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ നാട്ടിലല്ലേ. അല്ലാഹുവേ, നാളെ ഈ അവസ്ഥ നമുക്ക് വന്നാൽ അല്ലാഹുവേ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ നമ്മുടെ നോക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.